നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 376 376. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാം അധ്യായത്തിലെ 48-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. 375-ാം ഭാഗം പറയുമ്പോൾ 47-ാമത്തെ ശ്ലോകം അർത്ഥം പറഞ്ഞു കഴിയുമ്പോൾ അത് റൗണ്ടപ്പ് ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് കാളിമ്പല്ലടിച്ച് ഡിസ്റ്റർബഡായിട്ട് പോയി. അപ്പോൾ ഇനി അത് എനിക്ക് എഡിറ്റ് ചെയ്യാനും അറിയില്ല. 10 മിനിറ്റ് എക്സ്ട്രാ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്യാമറ മുൻഷയിൽ. പക്ഷേ ടോട്ടൽ എനിക്കത് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ കാണികൾ ശ്രോതാക്കൾ ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭാഗം 376 ശ്ലോകം 48 തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചോളൂ. പ്രയത കീർത്തയേൽ പ്രാതസമവായേതു ജന്മനാം സായം ച പുണ്യശ്ലോകസ്യ ധ്രുവസ്യ ചരിതം മഹത്. പുണ്യമായ നാമകീർത്തനത്തോടുകൂടിയ ധ്രുവൻ്റെ മഹത്തായ ചരിത്രത്തെ പ്രാതകാലത്തിലും സന്ധ്യാസമയത്തിലും ഭക്തിയുക്തനായിട്ട് ബ്രാഹ്മണരുടെ സംഘത്തിൽ ഉച്ചരിക്കണം എന്നാണ്. എന്തിനാ അത് എല്ലാവരും കേട്ടോട്ടെ. അത് ബ്രഹ്മണ്യമുള്ളവരുടെ സംഘത്തിൽ നിന്നാണ് സംഗതി. സമവായേ ബ്രാഹ്മണരുടെ സംഘത്തിൽ ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ബ്രാഹ്മണ്യം ഉണ്ടാവണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതായത് വെജിറ്റേറിയൻ ഫുഡ് ഹാബിറ്റ്, ദിവസം ക്ഷേത്രദർശനം, ആചാരം, അനുഷ്ഠാനങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ എന്താവശ്യമുണ്ടോ അവർക്കത് കേട്ട് മനസ്സിലാക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അതിപ്പോൾ ഏത് ജാതിയിൽ ജനിച്ചവർക്കും ആവാം. ജാതി അല്ല, സ്വഭാവം ബ്രാഹ്മണരുടെ ആവണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പുണ്യശ്ലോകനായ ധ്രുവൻ്റെ മഹത്തായ ചരിതം സായങ്കാലത്തിലും പ്രാതകാലത്തിലും ശുദ്ധ ഭക്തിയോടുകൂടി ബ്രാഹ്മണ സഭയിൽ കീർത്തിക്കണം. ഇത് കേട്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി 49-ാമത്തെ ശ്ലോകം നോക്കുക. പൗർണമാസ്യാം സിനീവാല്യാം ദ്വാദശ്യാം ശ്രവണേ അഥവാ ദിനക്ഷയേ വ്യദീപാതേ സംക്രമേ അർക്കദിനേ ബിവാം. ഇനി ഏതേത് ദിവസങ്ങളിലാണ് ഈ ധ്രുവചരിതം വായിച്ചാൽ ശ്രേയസ് ഉണ്ടാവുക? ഈ ഫലശ്രുതി പൊതുവെ ആൾക്കാരെ ഇതിൽ ആകർഷിക്കാനാണ്, നേരാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വ്യാസരും ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ? പൗർണമാസ്യാം ശനിവാല്യാം ദ്വാദശ്യാം ശ്രവണേ അഥവാ ദിനക്ഷയേ വ്യദീപാതേ സംക്രമേ അർക്കദിനേ ബിവാ. അതായത് പൗർണമാസിയിലും പൗർണമാസി ദിവസത്തിൽ പൗർണമി ദിവസത്തിൽ കൃഷ്ണചതുർദശി അതായത് കറുത്തപക്ഷം ചതുർദശി എന്നർത്ഥം. കറുത്തപക്ഷം. പിന്നെ പൗർണമിയായി ദ്വാദശിയിൽ എല്ലാ ദ്വാദശിയിലും തിരുവോണം നാളിലും വാവ് അവസാനിക്കുന്ന ദിവസത്തിലും വ്യദീപാദം സംക്രമം രവിവാരം. അത് വ്യദീപാകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ അറിയാത്തത് പറയാൻ പാടില്ലല്ലോ. സംക്രമം എന്നുള്ളത് അറിയാം, അതായത് 1-ാം തീയതിക്ക് മുമ്പേ വരുന്നത് സംക്രമം. പിന്നെ രവിവാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച. ഈ ദിവസങ്ങളിലും ധ്രുവചരിത
കീർത്തന ശ്രവണം മഹാഫലപ്രദമാവുന്നു എന്നാണ്, മഹാഫലങ്ങൾ തരുന്നാണ് പറഞ്ഞത്. 50-ാമത്തെ ശ്ലോകം. ശ്രാവയേ ശ്രദ്ധദാനാനാം തീർത്ഥപാദപദാശ്രയാം ന ഇച്ഛംസ്തത്രാത്മന ആത്മാനം സന്തുഷ്ട ഇതി സിദ്ധ്യതി. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവർ, അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവൻ ശ്രദ്ധയുള്ളവരെ എന്നർത്ഥം കേൾപ്പിക്കണം. പ്രതിഫലം ഇച്ഛിക്കാത്തവനും, അവിടെയാണ് ഈ പ്രതിഫലം ഇച്ഛിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ആചാര്യന്മാർ വിറ്റ് തിന്നരുതെന്ന് പറയും. അതാണ് ഈ പറഞ്ഞത്, റേറ്റ് പറഞ്ഞിട്ട് വാങ്ങരുത്, അവിടേക്കാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രതിഫലം ഇച്ഛിക്കാത്തവനും അതിൽ സന്തുഷ്ട മനസ്സുകൊണ്ട് അതിൽ ഏതിൽ ഇത് വായിപ്പിച്ച് കേൾപ്പിക്കുന്നതിൽ സന്തുഷ്ടി ഉണ്ടാവണം. അതാണ് പട്ടാമ്പിയുടെ പ്ലസ് പോയിൻ്റ്. പക്ഷെ കാരണം എന്താ, ഭഗവാൻ എനിക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട്, പിന്നെ ഞാനെന്തിനാ കടുംപിടുത്തം പിടിക്കണത്? എൻ്റെ ജന്മനിയോഗമായിട്ടാണ് ഞാനിതിനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ആത്മന, അതായത് മനസ്സുകൊണ്ട് മനസ്സന്തോഷത്തെ പ്രാപിച്ചവനായിട്ട്, മനസ്സുകൊണ്ട് മനസ്സന്തോഷത്തെ പ്രാപിച്ചവനായിട്ട് ഭഗവത് പ്രസാദത്തെ പ്രാപിക്കുന്നു എന്നാണ്. ഭഗവാന്റെ പ്രസാദം വേണ്ടത്. ഈ നാട്ടുകാരിൽ നിന്ന് 11-20 ഉരുപ്പ വാങ്ങി 35,000 ഉറുപ്പ്യ എനിക്ക് ആചാര്യ ദക്ഷിണ തരണം എന്ന് പറഞ്ഞാൽ ആ ശ്രദ്ധ പറയും. അവിടെയാണ് എനിക്ക് വിജയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണോ, ഭഗവാന്റെ പാദത്തെ സർവദാ ആശ്രയിക്കുന്ന ഭക്തൻ കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിഫലം കാക്ഷിക്കാതെ തന്നെ ഇതിനെ കേൾപ്പിക്കണം. ആത്മാവിൽ തന്നെ ആത്മാവിന് സന്തോഷം സിദ്ധിക്കുന്നു എന്ന് ഉറച്ച് സന്തുഷ്ടനായിരിക്കുന്നവന് ഭഗവത് പ്രസാദം സിദ്ധിക്കുന്നു. 2 മൈൻഡ് ഉണ്ടാവാൻ പാടില്ല, കുറിപ്പിൻ്റെ ഉറപ്പ് വേണം. മനസ്സിലായില്ലേ? 51. ജ്ഞാനം അജ്ഞാനതത്വായ. ജ്ഞാനം അജ്ഞാന തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അറിവ് വേണം. യോ ദധ്യാൽ സത്പഥേ അമൃതം, അവർക്കത് അമൃതാണ്. കൃപാലോർധീനനാഥസ്യ ദേവാസ്തസ്യാനുഗൃണ്ണതേ. ഭഗവൻ മാർഗത്തിൽ, അതായത് ഈശ്വരീയമായ കാര്യത്തിൽ തത്വം അറിഞ്ഞിട്ടില്ലാത്തവന് യാതൊരുവൻ അറിവാകുന്ന അമൃതത്തെ ദാനം ചെയ്യുമോ? ദീനരക്ഷകനായ ആ കൃപാലുവിൻ്റെ പേരിൽ ദേവന്മാർ അനുഗ്രഹിക്കുന്നു. അപ്പോൾ മനുഷ്യന്മാരുടെ സമ്പത്താണ് വേണ്ടത്, ഈശ്വരൻ്റെ അനുഗ്രഹമാണ് വേണ്ടത്. ഇവിടെയാണ് ഇത് ശ്രദ്ധിക്കണം. എൻ്റെ ജീവിത രീതി ക്ലോസ് ആംഗിളിൽ അറിയുന്ന ആൾക്കാരുണ്ട്, ഇത് കേൾക്കണേൽ അവർക്ക് മനസ്സിലാവും ഇത് വേഗം. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ വേറെ കുറച്ച് ആൾക്കാർ, 2-3 ആൾക്കാരുണ്ട് ആദ്യം മുതൽക്ക് അവസാനം വരെ കേൾക്കുന്ന ആൾക്കാർ. അവർക്ക് എന്നെ അടുത്ത കാലത്തെ പരിചയമുള്ളൂ വിചാരിച്ചാലും അവർക്കും കാര്യം മനസ്സിലാവും. അതാണ് പറഞ്ഞത്. അപ്പോൾ ദേവന്മാർ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെന്താ വേണ്ടത്? ഭഗവാനെ പ്രാപിക്കേണ്ടത് ഏതു വിധം എന്നറിയാതിരിക്കുന്ന കാട്ടിക്കൊടുക്കുന്നുവോ, യാതൊരുവൻ കാട്ടിക്കൊടുക്കുന്നുവോ, ദുഃഖിതന്മാരിൽ കരുണയോടുകൂടിയ അവനെ ദേവന്മാർ അനുഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ അത് ഇവിടെ ഞാൻ എഴുതി വയ്ക്കണം ഈ ഒരു പിന്നെ എന്താണെന്ന് പറയുക, എന്നാൽ അല്ലെങ്കിൽ ഇത് അസ്ഥാനത്താവും. 274 + 5. അത് കഴിഞ്ഞു. ഇനി 52-ാമത്തെ ശ്ലോകം. അതായത് ഇതിലിപ്പോൾ എത്ര ശ്ലോകം ഉള്ളത്? 52-ാമത് അവസാനത്തെ ശ്ലോകമാണ്. ശ്രദ്ധിക്കുക. ഇതം മയാതേ അഭിഹിതം ഗുരുദ്വഹ ധ്രുവസ്യ വിഖ്യാത വിശുദ്ധകർമ്മണ ഹിത്വാർഭക ക്രീഡനകാനി മാതുർഗൃഹം ച വിഷ്ണും ശരണം യോജഗാമ. ഇതാണ് ശ്ലോകം. ബാലകനായ യാതൊരുവൻ കളിക്കോപ്പുകളെയും
മാതൃഭവനത്തെയും ഉപേക്ഷിച്ചിട്ട് വിഷ്ണുവിനെ ശരണം പ്രാപിച്ചുവോ? അല്ലേ? 5 വയസ്സുകാരൻ അമ്മയെയും വീടിനെയും കൊട്ടാരത്തിനെയും പട്ടണത്തിനെയും ഗ്രാമത്തിനെയൊക്കെ വിട്ടിട്ട് കാട്ടുപോവുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ കീർത്തിപ്പെട്ട പരിശുദ്ധ വൃത്തിയോടുകൂടിയ ധ്രുവൻ്റെ ഈ ചരിത്രം എന്നാൽ അങ്ങയോട് പറയപ്പെട്ടു എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഹേ കുരുശ്രേഷ്ഠ, യാതൊരു ബാലകൻ ക്രീഡയിലും മാതാവിലും ആസക്തനായിരിക്കാൻ തക്കതായ പ്രായത്തിൽ കളിക്കോപ്പുകളെയും മാതൃഭവനത്തെയും ഉപേക്ഷിച്ച് ശ്രീ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചുവോ? പ്രസിദ്ധിയും പരിശുദ്ധിയുമേറുന്ന ആ പ്രവൃത്തി ചെയ്ത ധ്രുവൻ്റെ ഈ ചരിതം ഞാൻ അങ്ങയോട് പറഞ്ഞു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ അർത്ഥപ്രകരണേ ധ്രുവചരിതേ ഫലനിരൂപണം നാമ 12 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സമയമുണ്ട്, 11 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോവുക. ഞാൻ ഇവിടെ നിന്ന് നോട്ട് ചെയ്യട്ടെ ഇത് കേട്ടോ. അപ്പോൾ ഇന്ന് തീയതി 25/6/25 വെഡ്നസ്ഡേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 13-ാം അധ്യായം. സൂത ഉവാച. ശ്ലോകം 1, 4 വരി ശ്ലോകമാണ്. നിശമ്യ കൗശാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യതോ അദോക്ഷജേ പ്രഷ്ടും പുനസ്തം വിദുരപ്രചക്രമേ. അതായത് മൈത്രേയരാൽ ഉപവർണിക്കപ്പെട്ട ധ്രുവൻ്റെ വിഷ്ണുപദ പ്രാപ്തിയെ, അതായത് വൈകുണ്ഠപദ പാദാതിരോഹണം എന്നൊക്കെയാണ് പറയുക അതിനെ, കേട്ടിട്ട് ഇന്ദ്രിയജ്ഞാനത്തെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാനിൽ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണത്. എന്താ? അദോക്ഷജേ ഭഗവതി എന്ന വാക്ക്. ഇന്ദ്രിയജ്ഞാനത്തെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാന്. ഭാഗവതം ആർക്കുള്ളതാ? ഇന്ദ്രിയ ജ്ഞാനത്തെ അതിക്രമിച്ചിരിക്കുന്ന ജ്ഞാനം ഉണ്ടെങ്കിലേ ഇത് വർക്കൗട്ട് ആവുള്ളൂ എന്ന്. ഇത് പറഞ്ഞ തെറ്റും നമ്മൾ. അതാണ് കണ്ണി കണ്ട പറമ്പിൽ ടെൻ്റ് അടിച്ചിട്ട് പറയേണ്ടതല്ല. അത് പരിശുദ്ധമായ സ്ഥലമായിരിക്കണം. കേൾക്കുന്നവർക്ക് പരിശുദ്ധി വേണമെന്ന് വിചാരിച്ചിട്ടുള്ളവരായിരിക്കണം. അല്ലാണ്ട് ഈ 7 ദിവസത്തിൽ അവർക്ക് 3 നേരം ആഹാരം കൊടുത്തിട്ട് അവരെ പിഴിയാൻ പാടില്ല ഒരു കാര്യത്തിൽ. അങ്ങനെയാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് വരണം. മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ഇത് കേൾക്കരുത്. ഈ 7 ദിവസം മാത്രം പോരാ, എല്ലാ ദിവസവും. അല്ലെങ്കിൽ എന്ത് പറ്റും? യാതൊന്ന് മനസ്സാവാം, ഇത് കേട്ടതിൻ്റെ ഫലം ഉണ്ടാവില്ല. അവിടെയാണ്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാനിൽ ഉറച്ചിരിക്കുന്ന ഭാവത്തോടു കൂടിയ വിതുരർ അദ്ദേഹത്തോട് വീണ്ടും ചോദിപ്പാൻ ഭാവിച്ചു. വിതുരർക്ക് ചോദ്യം ചോദിക്കണം എന്നാണ് താല്പര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 277 ഈ പേജും വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു പേജാണ്. കാരണം ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. ഏത്? ഇന്ദ്രിയജ്ഞാനത്തെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാനിൽ നടത്തം. അതെ. അപ്പം ഇന്ദ്രിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങരുത്. കുട്ടികളില്ല, അതൊന്നും ഒരു ദോഷമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയായി? 277. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. മൈത്രേയർ വർണ്ണിച്ചതായ ധ്രുവൻ്റെ ഭഗവത് പ്രാപ്തിയെ കേട്ടപ്പോൾ സർവേന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും അതീതനായിരിക്കുന്ന ശ്രീ ഭഗവാനിൽ പൂർവാധിക ഭക്തിയോടുകൂടിയ വിതുരർ മൈത്രേയരോട് പിന്നെയും ചോദിച്ചു,
13 മുതൽ 23 വരെയുള്ള 11 അധ്യായങ്ങൾ. ഇത് 14 അല്ല, ഇത് 13 13 മുതൽ ഇനി 23 വരെ ഉള്ള 11 അധ്യായങ്ങൾ കാമപ്രകരണമാകുന്നു. ദക്ഷകഥ കൊണ്ട് ധർമ്മത്തെയും ധ്രുവചരിതം കൊണ്ട് അർത്ഥത്തെയും വർണ്ണിച്ചു. ക്രമപ്രാപ്തമായ കാമത്തെ പൃഥുചരിതം കൊണ്ട് പറയുന്നതാണ് ഈ 11 അധ്യായം. അല്ല, ഈ വരാൻ പോകുന്ന 11 അധ്യായങ്ങളിൽ അടങ്ങിയ വിഷയം. അതിൽ ആദ്യത്തെ 4 അധ്യായം കൊണ്ട് പൃഥുവിൻ്റെ ജനനവും അതിനുള്ള കാരണവും, 2 അധ്യായം കൊണ്ട് കാമം സാധിപ്പാൻ, അതായത് ആഗ്രഹങ്ങൾ സാധിക്കാൻ എന്നുള്ളത് അർത്ഥം പറഞ്ഞു കേട്ടോ. ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുക ആൾക്കാർ, ആഗ്രഹങ്ങൾ. കാമം സാധിപ്പാൻ വേണ്ടുന്ന സാധന നിരൂപണം. 5 അധ്യായം കൊണ്ട് പൃഥുവിൻ്റെ കാമം സാധിച്ച വിധം. ഇങ്ങനെ 11 അധ്യായങ്ങൾ കൊണ്ട് കാമനിരൂപണം അവസാനിക്കുന്നു. അതിൻ്റെ ഉപോദ്ഘാതമായിട്ട് വിദുര പ്രശ്നം ആരംഭിക്കുന്നു. 2ാമത്തെ ശ്ലോകം. വിദുര ഉവാച, ചോദിക്കാണ്ട് പറയാനും പാടില്ലല്ലോ. കേതേ പ്രചേതസോ നാമ കസ്യാപത്യാനി സൂറത കസ്യാന്വയാവായേ പ്രഖ്യാത കുത്രവാ സത്രമാസതേ. പറയണു, തീവ്രമായ വ്രതത്തോടു കൂടിയവനെ സൂവ്രത, തീവ്രമായ വ്രതത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ വ്രതത്തിൻ്റെ പേരിൽ കൂടുതൽ ആഹാരം കഴിക്കൽ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ പ്രചേതസ്സുകൾ എന്നവർ ആരാണ്? നാരദർ പ്രചേതസ്സുകളുടെ സഭയിൽ ധ്രുവഗീതം പാടിയെന്ന് പറഞ്ഞുവല്ലോ. അതെന്താ സംഗതി എന്നറിയണം. ആ പ്രചേതസ്സുകൾ എന്നവർ ആരാണ്? ആരുടെ സന്താനങ്ങൾ, ആരുടെ വംശത്തിൽ കീർത്തിപ്പെട്ടവരെ, സത്രം ഏത് സ്ഥാനത്തിൽ ആരംഭിച്ചു? അപ്പോൾ ഈ സത്രം എന്നുള്ളത് ഭാഗവതം സ്വീകരിക്കണില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് ഈ ശൗനകാദി ഋഷീന്ദ്രന്മാർ 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം നടത്തിയിട്ടും അവർക്ക് വേണ്ടുന്ന പ്രചോദനം കിട്ടാത്ത അവസ്ഥയിൽ സൂതനെ കണ്ടപ്പോൾ പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് മോക്ഷം കിട്ടി, ഞങ്ങൾ ഈ 1000 വർഷം കൊണ്ട് സമയം വേസ്റ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളെ ആ ഭാഗവതം എന്ന് പറഞ്ഞ് കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം അറിയാത്തവരാണോ ഇന്നത്തെ കാലത്ത് ഈ സത്രം നടത്തുന്നത്? അല്ല, അവർക്ക് അറിയും, പക്ഷേ പബ്ലിക്കിനറിയില്ല. അതുകൊണ്ട് അവർ സേഫാണ് അല്ലേ? രാത്രി 1:30 മണിക്ക് പിന്നെ ഗണപതി ഹോമം, 2 മണി മുതൽ 6 മണി വരെ പാരായണം എന്നൊക്കെ ആരാ നിശ്ചയിച്ചിട്ടുള്ളത്? ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത് സൺറൈസ് ടു സൺസെറ്റ് എന്നാണ്. അപ്പോൾ ഒരു കോക്കസാണത് സത്രം എന്ന് പറഞ്ഞിട്ട്. അത് ശരിയല്ല. അപ്പോൾ എന്തായി? ശ്രീ നാരദ മഹർഷി പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് ധ്രുവമാഹാത്മ്യത്തെ ഗാനം ചെയ്തതായി പറഞ്ഞുവല്ലോ. ഹേ സൂവ്രതനായ മൈത്രേയ മുനെ, അവരാരാണ്? ആരുടെ കുലത്തിൽ പ്രസിദ്ധന്മാർ? ആരുടെ പുത്രന്മാർ ആണ്? എവിടെയാണ് സത്രം നടത്തിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശ്ലോകം 3 പറയണു. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം ഏന പ്രോക്ത ക്രിയായോഗ പരിചര്യ വിതിർഹരേ. ദേവൻ്റെ ദർശനത്തോടുകൂടിയ നാരദനെ, അതായത് ഈശ്വരനെ, ജഗതീശ്വരനെ എപ്പോഴും കാണാൻ ലൈസൻസുള്ള ആളാരെ? നാരദനെ. അപ്പോൾ നാരദനെ മഹാനായ ഭഗവത് ഭക്തനായിട്ട് വിചാരിക്കുന്നു. യാതൊരുത്തനാൽ പരിചര്യാവിധി, ഹരിയുടെ പൂജാക്രമത്തെ വിധിക്കുന്ന കർമ്മയോഗം പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. പ്രചേതസ്സുകളുടെ കഥാശ്രവണത്തിന് ആഗ്രഹിച്ചതും ഭഗവാൻ മഹാത്മ്യവർണ്ണനം അവരുടെ കഥാപ്രസ്താവത്തിൽ ഉണ്ടാകും എന്നുള്ള അഭിപ്രായത്തോടുകൂടെ ആണെന്നുള്ള അഭിപ്രായത്തെ വിതുരർ സൂചിപ്പിക്കുന്നു. പ്രചേതസ്സുകളുടെ സത്രത്തിൽ നാരദമുനി എഴുന്നള്ളിയിരുന്നുവെന്ന് അങ്ങ് പറഞ്ഞല്ലോ.
ശ്രീനാരായണനെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ നാരദമുനി മഹാനായ ഭഗവത് ഭക്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാ പറഞ്ഞത്? വിതുരരെ. ശ്രീഹരിയെ പൂജിപ്പാനുള്ള ക്രമത്തെ വിധിക്കുന്ന പഞ്ചരാത്രമെന്ന ഗ്രന്ഥം നാരദരുടെ ഹരിഭക്തിയെ പ്രകാശിപ്പിക്കുന്ന ഉത്തമ ലക്ഷണമാണല്ലോ. അപ്പോൾ സാധിച്ചാൽ മലയാളത്തിലെ ഈ പഞ്ചരാത്രം എന്നുള്ള പുസ്തകം വാങ്ങി വായിച്ചാൽ തർക്കമില്ല. 4. സ്വധർമ്മശീലേ പുരുഷേ ഭഗവാൻ യജ്ഞപൂരുഷ യുജ്യമാനോ ഭക്തിമതാ നാരദേനേഠിതക്കിലാം. അതിന് വാക്കാർത്ഥം പറയണത്, സ്വധർമ്മത്തിൽ ശ്രദ്ധയോടുകൂടിയ പുരുഷന്മാരാൽ ആരാധിക്കപ്പെടുന്ന ഭഗവാനായ യജ്ഞപുരുഷൻ, അതായത് ശ്രീഹരി, ഭക്തിമാനായ നാരദനാൽ സ്തുതിക്കപ്പെട്ടിരിക്കുമല്ലോ. യെസ്, ഉണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? സ്വധർമ്മത്തെ വിഹിതമായി അനുഷ്ഠിച്ച, വിഹിതമായിട്ട് ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ട എൻ്റെ സ്വധർമ്മമാണെന്ന് ഞാൻ അറിയണം. മഹാന്മാരായ പ്രജേതസ്സുകൾ സർവകർമ്മ ഫലദാതാവായിരിക്കുന്ന ഭഗവാൻ ആരാ? സർവകർമ്മ ഫലദാതാവാണ്. ആരാധിച്ച സത്രത്തിൽ ഭക്തിമാനായ നാരദമുനി ഗാനം ചെയ്തത് ആ ഭഗവാനെ കുറിച്ചായിരിക്കുമല്ലോ. അതിനാൽ പ്രചേതസ്സുകളുടെ കഥയിൽ നാരദർ ചെയ്തതും ഭക്തിയെ പ്രകാശിപ്പിക്കുന്നതുമായ കീർത്തനങ്ങൾ ഉണ്ടായിരിക്കും. കീർത്തനം, ഭഗവാനെ കീർത്തിക്കുന്നതിനാണ് കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. 5. അസ്താ ദേവർഷിണ തത്ര വർണ്ണിത ഭഗവത് കഥ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാർഷ്ണ്യേന ചക്ഷുമർഹസി. അല്ലേ? അപ്പോൾ എന്താണ് അർത്ഥം പറയുക? ദേവർഷിയാൽ അവിടെ വർണ്ണിക്കപ്പെട്ട ഭഗവാന്റെ കഥകൾ യാതൊന്നുകളോ അവയെ ഹേ ബ്രഹ്മജ്ഞ രണ്ടാൾക്കും പറയാം. ഹേ ബ്രഹ്മജ്ഞ, അതായത് മൈത്രേയനാണ് പറഞ്ഞത്. കാരണം വിതുര ഉവാച എന്നാണല്ലോ തുടങ്ങിയിട്ടുള്ളത് 2. അപ്പോൾ ബ്രഹ്മജ്ഞ, കേൾക്കുവാൻ ആഗ്രഹമുള്ള എന്നോട് സർവവും പറവാനായിക്കൊണ്ട് അങ്ങ് അർഹനാകുന്നു. മുഴുവൻ പറയണമെന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ആ സത്രത്തിൽ വെച്ച് ദേവർഷിയായ ശ്രീ നാരദമുനി പറഞ്ഞ ഭഗവത് കഥകളെ ഒന്നും വിടാതെ മുഴുവനും ബ്രഹ്മജ്ഞനായ നിന്തിരുവടി എന്നോട് അരുളി ചെയ്യണം. ആ കഥകളെ കേൾപ്പാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച. അപ്പം മൈത്രേയർ പറയാൻ തുടങ്ങി. 6ാമത്തെ ശ്ലോകം. ധ്രുവസ്യ ച ഉൽക്കല പുത്ര പിതരി പ്രസ്ഥിതേവനം ഭൗമശ്രിയം നയിച്ചൽ അധിരാജാസനം പിതു. അതായത് ധ്രുവൻ്റെ പുത്രനായ ഉൽക്കലൻ പിതാവ് വനത്തിലേക്ക് പോവാൻ ഭാവിച്ചപ്പോൾ സർവഭൗമൻ്റെ ശ്രീയോടുകൂടിയ പിതാവിൻ്റെ ഉത്കൃഷ്ട ആസനത്തെ ഇച്ഛിച്ചില്ലാത. അവിടെയാണ് ഒരു പോയിന്റ് കിടക്കുന്നത്. 36,000 വർഷം രാജ്യം ഭരിച്ച ഏകഛത്രാധിപതിയായിരുന്ന ധ്രുവൻ്റെ മകൻ എനിക്ക് രാജ്യം വേണ്ട. ഇതാണ് ഭാഗവതത്തിൻ്റെ ക്രസ്റ്റ്, അടിത്തറ. ലൗകികമായിട്ടുള്ളതൊന്നും വേണ്ട എന്ന് വയ്ക്കണമെങ്കിൽ അതിന് വലിയൊരു മനസ്സുണ്ടാവണം. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം കേൾക്കുക. പ്രചേതസ്സുകളുടെ കുലത്തെ അറിവാൻ ആഗ്രഹിച്ച വിതുരരോട് ധ്രുവൻ്റെ വംശത്തിൽ ജനിച്ചവരാണ് അവരെന്ന് മാത്രം പറഞ്ഞാൽ മതിയാകുമെങ്കിലും ഭഗവത് ഭക്തിയുടെ മഹാബലം സംസാര നിവൃത്തിയാണെന്ന് ബോധിപ്പിക്കുവാനായി എന്തിനാ ഭാഗവതം പഠിക്കണത്? അതിനർത്ഥം ഇവിടെ പറഞ്ഞു. ഭഗവത് ഭക്തിയുടെ മഹാബലം സംസാര നിവൃത്തി. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ജനന മരണമാകുന്ന വെപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് സംസാരം. അപ്പോൾ ബോധിപ്പിക്കുവാൻ ധ്രുവൻ്റെ വംശപരമ്പരയെ പറയാണ്. അപ്പോഴാണ് കഥ മുഴുവനാവുള്ളൂ. അപ്പോൾ എന്തായി എന്ന് ചോദിക്കുകയാണെങ്കിൽ ധ്രുവൻ്റെ അവിടെ വാക്കാർത്ഥം പറയുന്നു.
ധ്രുവന്റെ പുത്രനായ ഉൽക്കലൻ പിതാവ് വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിപ്പാൻ ഭാവിച്ചപ്പോൾ ചക്രവർത്തി പദവിയെ പ്രകാശിപ്പിക്കുന്ന പിതാവിൻ്റെ സിംഹാസനത്തെ ആഗ്രഹിച്ചില്ല. 7 സ ജന്മനോപശാന്ത. ഇപ്പോൾ ഈ കഞ്ഞിക്കച്ചവടത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, പുട്ട് കച്ചവടത്തിനിടയ്ക്ക് കഞ്ഞിക്കച്ചവടം എന്നൊക്കെ പറയും. ഇപ്പം ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് ഡിസറപ്റ്റായി എന്ന് ഞാൻ പറയണ്ടായി. അപ്പോൾ എന്തായാലും കാരണം നമ്മുടെ കയ്യിലുള്ള മാരുതി ആൾട്ടോ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് കുട്ടികൾക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ എക്സിക്യൂട്ടീവ് വരികയാണ് ക്യാൻവാസ് ചെയ്യാൻ. ഒരു പ്രാവശ്യം കഴിഞ്ഞു എന്തായിന്ന് ചോദിക്കാൻ വരിക. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പറയേണ്ടി വന്ന ഒരു സത്യം, കാശിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരല്ല ഞങ്ങൾ പൊതുവെ. എന്നാൽ കാര്യങ്ങൾ നടക്കും വേണം. അതുകൊണ്ട് ചിലതൊക്കെ ചെയ്യണമെന്നല്ലാണ്ട് പറഞ്ഞിട്ട് എൻ്റെ കഥകൾ കേൾക്കാൻ താല്പര്യമായപ്പോൾ ഞാൻ ഈ പട്ടാമ്പി ക്ഷേത്രത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ കഥ പറയാൻ കാരണം. എന്താ അവിടെ പറഞ്ഞത്? പിതാവ് വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിക്കാൻ ഭാവിച്ചപ്പോൾ ചക്രവർത്തി പദവിയെ പ്രകാശിപ്പിക്കുന്ന പിതാവിൻ്റെ സിംഹാസനത്തെ ആഗ്രഹിച്ചില്ല. അതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 1952 1.5 crores രൂപയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുള്ള പട്ടാമ്പി ക്ഷേത്രം 73 ജൂൺ 13 ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന് നമ്മൾ സറണ്ടർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ പാട്ടം കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ട്രസ്റ്റ് ഉടമ ആഗ്രഹിച്ച പോലെ ഈ ക്ഷേത്രം കൊണ്ട് നടത്താൻ പറ്റാതെ കണ്ട് വന്നു. പിന്നെ വേണമെങ്കിൽ നമ്മൾക്ക് കടിച്ചു തൂങ്ങി നിൽക്കാം. ഇപ്പോൾ 51 വർഷത്തിൽ അങ്ങനെ 52 വർഷത്തിൽ എന്ന് പറയാം. 73 കഴിഞ്ഞിട്ട് 73, 83, 93, 2003, 13, 23, 52 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നതൊരു മഹാക്ഷേത്രമാണ്. ഒന്നരാടം, പിന്നെ എന്താ പറയുക, ഉദയാസ്തമന പൂജയും ആനയും ഉത്സവവും എ ഗ്രേഡ് അമ്പലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആ അമ്പലം ഇന്ന് ഞങ്ങൾ ഭരിക്കുകയാണെങ്കിൽ അമ്പലം വിഴുങ്ങി എന്നുള്ള പേരുണ്ടാവും. അയാൾ ചിരിച്ചു, വളരെയധികം ഹൃദ്യമായിട്ട് ചിരിച്ചു അദ്ദേഹം. അതാണ് നമ്മുടെ സ്ഥിതി. കാരണം അതല്ലാതെ കണ്ട് തന്നെ ഇവിടെ എന്താ പറഞ്ഞത്, ധ്രുവചരിതം അവസാനിക്കുമ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ നിയോഗം ഭാഗവതം പറയലാണ്. അത് പറഞ്ഞ് എത്ര ആൾക്കാണ് സന്തോഷം ഉണ്ടാവണത്. അത് അവരുടെ 1/6 അനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനി പക്ഷേ കോടികളേക്കാൾ വില മതിക്കുന്നതാണ് ഈശ്വരാർപ്പിതമായുള്ള ജീവിത രീതി. അതിൽ നിന്നുണ്ടാവുന്ന ദേവന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ പുറമേ അതിനാണ് എന്താ ചെയ്യേണ്ടത്, കൊടുത്തു വയ്ക്കേണ്ടത്, ഭാഗ്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇപ്പം നടന്ന കഥ നിങ്ങളോട് പിന്നെ പറഞ്ഞത്. അപ്പോൾ പിതാവിൻ്റെ സിംഹാസനത്തെ ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഇനി 7 സ ജന്മനോ ഉപശാന്താത്മാ നിസ്സംഗ സമദർശന ദദർശ ലോകേ വിദതം ആത്മാനം ലോകം ആത്മനി എന്നാണ് ശ്ലോകം. ജനനം മുതൽക്ക് തന്നെ ഉപശാന്തമായ അന്ധകരണത്തോടു കൂടിയത്. അതാണ് കുട്ടിക്കാലത്തുള്ള ജീവിത രീതിയാണ് യുവാവാകുമ്പോൾ മൗഢാവുക. അപ്പോൾ യുവാവായിട്ട് മൗഢായിട്ടുള്ളതാണ് ഈ എന്താണെന്ന് പറയുക, പിന്നെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് പിന്നെ വാനപ്രസ്ഥം വേണോ, വാനപ്രസ്ഥത്തിൻ്റെ ശേഷം സന്യാസം വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ജനനം മുതൽക്ക് തന്നെ ഉപശാന്തമായ അന്ധകരണത്തോടു കൂടിയും സംഘത്തോടു കൂടാതെയും ഇരിക്കുന്നവനായിട്ട് ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെയും ആത്മാവിൽ ലോകത്തെയും കണ്ടുന്നാണ്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ആത്മാവ് പിന്നെ വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെ
ആത്മാവിൽ ലോകത്തെയും കാണുക. അപ്പോൾ എന്തില്ല, പാപം ചെയ്യേണ്ട സന്ദർഭം വരില്ല എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ എന്താണെന്നാ പറയുക, ദൃശ്യത്തിൽ ഭ്രമിച്ചാൽ പുനരഭിജനനം വേണ്ടി വരും. അതിനെ ഒഴിവാക്കും വേണം. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥത്തെ പറയാം. ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. സിംഹാസനത്തെ ഉൽക്കലൻ ആഗ്രഹിക്കാത്തതിന് കാരണം കാണിക്കുന്നു. ജന്മന തന്നെ ഉൽക്കലൻ വിഷയഭോഗങ്ങളിൽ ഉദാസീനൻ ആയിരുന്നു. അതിൽ അത്യാസക്തി വരാതിരിക്കാനുള്ള ആഗ്രഹം നിമിത്തം അത് പ്രത്യേകം ഒരു പോയിൻ്റാണ്. എങ്ങനെയാണ് ആസക്തി ഇല്ലാണ്ടാക്കുക? അതിൽ അത്യാസക്തി വരാതിരിക്കാനുള്ള ആഗ്രഹം നിമിത്തം സുഖവിഷയങ്ങളുടെ സംസർഗത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. അതിന് എൻ്റെ പിന്നെ എന്താണെന്നാ പറയുക, കഥകളുണ്ട്. IIT പല സ്ഥാനങ്ങളിലാവുമ്പോഴും കിമ്പളം കിട്ടുന്ന സ്ഥാനത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ നിങ്ങളായിട്ടുള്ള വ്യവഹാരമില്ല എന്ന് പറഞ്ഞ് ഒഴിയേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥകൾ ഭഗവാൻ തന്നു. അതിൻ്റെ പ്ലസ് പോയിൻ്റ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു സത്യവാദിയായി തീരാം, സത്യത്തിൽ ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ ഭഗവാൻ നമ്മുടെ വൈഭോഗങ്ങളെ നിറവേറ്റി തരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം അതാണ്. അപ്പോൾ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും ലൗകികതയിൽ പോയി മാട്ടരുത് എന്ന് ഒരു തോന്നൽ വരും നമുക്ക്. അതാണ് സുഖവിഷയങ്ങളുടെ സംസർഗത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. ലോകത്തിൽ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന വസ്തു ഏകമാണെന്ന് വിവേകത്താൽ അറിഞ്ഞു എന്നാണ്. വിവേകത്താൽ അറിഞ്ഞു. ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ ലോകത്തിൽ ആത്മാവിനെയും ജ്ഞാനദൃഷ്ടിയാൽ ഉൽക്കലൻ കണ്ടുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളും കണ്ടുകൊണ്ടിരിക്കണം, എന്നാൽ രക്ഷപ്പെടാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്ന് അഭിലഷിക്കുന്നുണ്ട്. പോരാത്തതിന് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.